ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു പനീർ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ബട്ടർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ബട്ടർ, അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഈ ബട്ടറും സവാളയും കൂടി ഒന്ന് അതിൽ കിടന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിക്കാം, തക്കാളി, ഇതൊക്കെ കിടന്ന് നല്ലോണം മൂത്ത് വരട്ടെ. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിൽ കിടന്ന് നന്നായി മൂത്ത് വരട്ടെ, നല്ല മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. നല്ലോണം ചൂടാറി വന്നിട്ടുമുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ വെച്ചിട്ടാണ് പനീർ ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സവാള കുറച്ച് ഞാനിങ്ങനെ അരിയിട്ട് ഇതിലാക്കി വെക്കുന്നതാണ്. നല്ലോണം തുടച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസം നമ്മളെ ഫ്രിഡ്ജിലിരിക്കും, കേടാവില്ല. ആ വീഡിയോ അതിലുണ്ട്. അപ്പോൾ ആ സവാള മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി മസാല ഇട്ട് കൊടുക്കാനുണ്ട്. കുറച്ച് മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പെരുംജീരകത്തിൻ്റെ പൊടി, ഇത് ടേബിൾ സ്പൂണിൻ്റെ, അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ, അതാണ് ഞാൻ അത് മുഴുവൻ എടുക്കാത്തത്. പിന്നെ ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ മുപ്പിച്ചെടുക്കുക. മസാല മൂത്ത് വെക്കാം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. ഈ അരപ്പ് ഇതേപോലെ ഈ വെള്ളം അരപ്പ് ചേർത്ത പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത്. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഒക്കെ നമ്മൾ വാട്ടിയിട്ടെടുത്തതാണല്ലോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാല ഒക്കെ വാട്ടിയെടുത്തോണ്ട് പിന്നെ മൂത്ത് വരാൻ്റെ ആവശ്യമൊന്നുമില്ല. പച്ചച്ചോവയൊക്കെ പോയതാണല്ലോ. നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും, പാലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പാടെടുത്താലും മതി. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.